വിവോയുടെ വിവോ Y15s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 11,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y15s എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിവോ Y15sൽ 6.51 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇതൊരു ഓഫ്ലൈൻ ഫോണാണ് എന്നുള്ള കാര്യം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയേണ്ടി വരില്ല. എന്നാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കൂടിയ റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഓൺലൈൻ മാർക്കറ്റിൽ മാത്രമല്ല, ഈവൻ ഓഫ്ലൈൻ ഫോൺസിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ A33 എന്നുള്ള ഫോണിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പോൾ നമുക്ക് പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ കിട്ടുന്നുണ്ട് ചില ഫോണുകളിൽ. ഈവൻ ഓഫ്ലൈൻ ഫോൺസിൽ നമുക്ക് പഞ്ചോൾ ഡിസ്പ്ലേ ഉള്ള ഫോണുകളൊക്കെ കിട്ടുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓപ്പോ A33 എന്ന ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്, കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറിൻ്റെ കൂടെ തന്നെ. പിന്നെ ഈ ഫോൺ വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. എന്തായാലും ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്രയും മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും ഈ ഫോണിൽ വരുന്നില്ല. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്, എന്നാലും ഫുൾ HD റെസൊല്യൂഷൻ, അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ്, പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ, ഈ 3 ഫീച്ചേഴ്സിൽ ഏതെങ്കിലും 1-2 ഫീച്ചേഴ്സെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്ക് കൊടുക്കായിരുന്നു. ഓഫ്ലൈൻ ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ. എന്തായാലും അതൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 179 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോണ്. തിക്നെസ് വരുന്നത് 8.28 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, മിസ്റ്റിക് ബ്ലൂവും അതുപോലെ തന്നെ വേവ് ഗ്രീനും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ HELIO P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ച പ്രോസസ്സറാണോ എന്ന് വെച്ചാൽ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഓഫ്ലൈൻ മാർക്കറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓപ്പോ A33 എന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അത് ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. പിന്നെ നമ്മൾ ഓൺലൈൻ മാർക്കറ്റും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളൊക്കെ വളരെ മികച്ച പെർഫോമൻസ് നൽകുന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഫോണുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇതിൽ 5G ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രോസസ്സറിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് പഴയ പ്രോസസ്സറാണ്. ഈ ഒരു കാലത്തൊക്കെ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പുതിയ പ്രോസസ്സറൊക്കെ അവർക്ക് ഉപയോഗിക്കായിരുന്നു. പിന്നെ ഈ ഫോണിൽ 3GB റാമാണ് വരുന്നത്, 32GB ഇൻറ്റേർണലും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ഗോ എഡിഷൻ സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ പ്രോസസ്സർ അത്രയും പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാമൊക്കെ കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ഫോണിൽ നല്ല ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഹാങ്ങൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ലൈറ്റ് വെർഷൻ ഫോണിൽ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു ലൈറ്റ് വെർഷനാണ് ഈ ഒരു ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു ഗോ എഡിഷൻ ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറും പിന്നെ 2 മെഗാപിക്സലിലെ ഒരു മാക്രോ ലെൻസും ഫോണിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഇതിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തത് നമുക്ക് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഈവൻ ഓഫ്ലൈൻ മാർക്കറ്റിൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓപ്പോ A33 എന്നുള്ള ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഓൺലൈൻ ഫോൺസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, 10,990 രൂപയാണ് ഈ ഫോണിൻ്റെ വില വരുന്നത്. ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. ഈ കാര്യം നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Vivo Y15s എന്ന ഫോണിലെ അത്ര മികച്ച ഫീച്ചേഴ്സൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഓൺലൈൻ മാർക്കറ്റിൽ മാത്രമല്ല, ഈവൻ ഓഫ്ലൈൻ മാർക്കറ്റിലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള Oppo A33 എന്നുള്ള ഫോൺ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.